ഈ വെണ്ടയ്ക്ക കൊണ്ട് അവിയലുണ്ടാക്കാം. ഇത് എല്ലാം നീളത്തിലൊന്ന് അവിയൽ പോലെ നീളത്തിൽ ഇങ്ങനെ അരിയണം. എല്ലാം അരിഞ്ഞിട്ട് കൊണ്ടുവരാം, എന്നിട്ട് കാണിക്കാം. ഇതെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇപ്പം ഈ വെണ്ടയ്ക്കയൊക്കെ ഇങ്ങനെ നീളത്തിൽ ഒരു 1/2 കിലോ വെണ്ടയ്ക്കുണ്ട്. ഇതുപോലെ നീളത്തിലെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റും ഈ എണ്ണയ്ക്കകത്തോട്ട്. ഇത് 1/2 കിലോ വെണ്ടയ്ക്കയുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ മെഴുക്കുവരട്ടിക്കൊക്കെ വഴറ്റുന്ന പോലെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർക്കും. മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ചെറിയ തീയിൽ ഇത് മെഴുക്കുവരട്ടുക. ഇത് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാം. പിന്നെ തേങ്ങയുടെ അരപ്പ് ചേർക്കണം. അത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഏകദേശം ആവാറായി. ഞാനൊരു 5 മിനിറ്റ് ഈ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിരുന്നു. തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ആയി. 10 മിനിറ്റിൽ എല്ലാം കൂടി ഒരു 15 മിനിറ്റ് ആയി. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റാം. എന്നിട്ട് ഇതിൻ്റെ അരപ്പ് ചേർക്കാം. വെണ്ടയ്ക്കയെല്ലാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം അരപ്പ് ചേർക്കാറാവും. ഇതിന് പുളിയൊന്നും വേണ്ട. ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ളത് കൊണ്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു 4-5 പീസുണ്ട് ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ അവിയൽ പോലെ അധികം അരയാതെ, തോരനെക്കാട്ടി ഒരു കുറച്ചും കൂടെ. സാധാരണ നമ്മൾ അവിയലിന് അരയ്ക്കുന്ന അത്രയും ഒന്ന് അരച്ച് എടുക്കണം. ഇത് അരച്ച് കൊണ്ടുവരണം. ഇതുപോലെ അരച്ചാൽ മതി. ഇപ്പോൾ തോരനെക്കാട്ടിൽ ഒരു കുറച്ചും കൂടെ. ഇതിൻ്റെ കൂടെ ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്, പറയാൻ മറന്നുപോയി. ചേർക്കാം. കുറച്ച് വെള്ളം ഒന്ന് കഴുകി വയ്ക്കും. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി പിന്നെ അധിക സമയം വേണ്ട. ഒരു മിനിറ്റ് കഷ്ടിച്ച് ഇളക്കി ഇതെല്ലാം ഈ അരപ്പൊന്ന് ചൂടാവണം. അത്രേ ഉള്ളൂ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ ആദ്യമേ വെളിച്ചെണ്ണ ചേർത്ത് മെഴുക്ക് പോലെ ആക്കിയത് കൊണ്ട് ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല. ഇതിലെല്ലാം വെളിച്ചെണ്ണ നന്നായിട്ടുണ്ട്.
വെച്ചേക്കാം. തീ അണയ്ക്കും. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. എന്നിട്ടിപ്പം ഇത് തയ്യാറായിരിക്കുക. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ഇത്രേ ചേർക്കാറുള്ളൂ. തേങ്ങ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നുമില്ല. ഇത് എളുപ്പം വെക്കാവുന്നതാണ്.